ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ചുരുങ്ങിയ രീതിയിൽ ഒരു ഫിഷ് ടാങ്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ കാണിക്കുന്നത്. മരം, അതുപോലെ ചാക്ക്, പിന്നെ കുറച്ച് സിമെൻറ്റ്, ഇതെല്ലാം ഉപയോഗിച്ചാണ് നമ്മളൊരു ടാങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് കുറച്ച് റീപ്പർ, പിന്നെ കുറച്ച് പട്ടികയാണ്. അപ്പോൾ നമ്മളൊരു 7 അടി നീളത്തിലും 3 അടി താഴ്ചയിലും 3 അടി വീതിയിലാണ് നമ്മൾ ഏകദേശം ഇതിൻ്റെ ടാങ്കിയുടെ വലിപ്പം നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു ഫ്രെയിം പോലെ അടിച്ച് ബലപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ റീപ്പറൊക്കെ അതിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ സിമെൻറ്റ് ചാക്ക് പൊതിയണം. ഫുള്ളായിട്ട് കവർ ചെയ്താൽ മാത്രമാണ് നമുക്ക് വെള്ളം അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. നല്ല ഗ്രൗട്ട് പരുവത്തിലാണ് നമ്മളതിൻ്റെ മിക്സിങ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ചാക്ക് അതിലേക്ക് ഇടുക. അത് നമ്മൾ ചാക്ക് നമ്മുടെ അതിൽ വിരിക്കാൻ്റെ എളുപ്പത്തിന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മളത് കട്ട് ചെയ്തിട്ടുള്ളത് ചാക്ക്. അപ്പോൾ ഓരോ ലെയറായിട്ട് നമുക്ക് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വലിയ ചാക്ക് ഇങ്ങനെ ഇട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് എല്ലാം കൂടി പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് ചാക്ക് കട്ട് ചെയ്ത് സിമെൻറ്റിൽ മുക്കി ഓരോ ലെയറായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ താഴത്ത് വിരിക്കൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 3 ലെയർ സിമെൻറ്റിൻ്റെ ചാക്ക് ഇങ്ങനെ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ കുറച്ചുകൂടി വർക്കുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ ഗ്രൗട്ട് വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ താഴത്തെ വർക്ക് ഏകദേശം കഴിഞ്ഞു. ഇതുപോലെ എല്ലാ സൈഡിലും നമ്മൾ ചാക്ക് വെച്ച് കവർ ചെയ്ത് ചെയ്യാം. അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ റൗണ്ട് എല്ലാ സൈഡും ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ, അതുപോലെ സൈഡ്, ഉള്ള്, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് മുകളിൽ ചെയ്യാനൊക്കെ കുറച്ച് ഹൈറ്റ് കൂടിയത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരു ഫസ്റ്റത്തെ ലെയർ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അത് വീണ്ടും കെടുത്തി വെച്ചിട്ട് വീണ്ടും അത് ഒരു രണ്ടാമത്തെ ലെയർ കൂടി ചെയ്യണം. അങ്ങനെ മൊത്തം 3 ലെയറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളിലത്തെയും അതുപോലെ തന്നെ സൈഡിലത്തെയും വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കമത്തി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ഇത് ഫില്ല് ചെയ്യാണ്. അപ്പോൾ അത് കമത്തി ഇട്ടിട്ടുണ്ട്. ഇനി അത് ഫുള്ളായിട്ട് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മുടെ ഒരുവിധം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തള്ളി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ 2 പട്ടിക നമ്മൾ ക്രോസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതും ഇനി സിമെൻറ്റ് ചാക്ക് കൊണ്ട് പൊതിയും. എന്നാലും നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അതിൽ ബലത്തിന് ലേശം കുറവുണ്ടായിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ 2 പട്ടിക കൊടുത്ത് ബലപ്പിച്ചിട്ടുണ്ട്. ഇനി അത് ഗ്രൗട്ട് ഒഴിച്ച് നല്ലോണം വെള്ളം ലീക്കാവാത്ത രീതിയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ സിമെൻറ്റിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്കതിൽ വെള്ളം ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീടിൻ്റെ ടെറസിലൊക്കെ അടിക്കുന്ന വാട്ടർ ലീക്കേജ് പ്രൂഫുള്ള പെയിൻറ്റ്, അത് നമ്മൾ ഒരു വൈറ്റ് കളറാണ് വരുന്നത്. അത് ഒരു ഫുള്ളായിട്ട് അകം പുറമായിട്ട് അടിക്കണം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം ലീക്കേജ് അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ എല്ലാ ഭാഗവും അടിച്ചതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് പ്രൈമർ അടിച്ചിട്ട് നമ്മൾ വെള്ളം നിറച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം കിരിഞ്ഞ് പോകുന്നുണ്ട്. കാരണം നമ്മൾ ചാക്കായതുകൊണ്ട് ചെറിയ ചെറിയ ഹോളുകൾ കൂടെ വെള്ളം ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ അടിക്കുന്ന നീല കളറുള്ളൊരു പെയിൻറ്റ്, അതും ഈ പറഞ്ഞ പോലെ ലീക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ പെയിൻറ്റും കൂടി നമ്മൾ ഒരു കോട്ട് അടിച്ചു കൊടുക്കാം.
അത് നമ്മൾ താഴെ മാത്രമാണ് അടിക്കുന്നുള്ളൂ. അപ്പോൾ ആ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളം നമ്മൾ നിറച്ച് നോക്കി നോക്കാം. മോട്ടർ ഇടും. അപ്പോൾ നമ്മളിത് ഈ ടാങ്കിയുടെ പകുതി വരവാണ് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പകുതി വരെ മാത്രമാണ് നമ്മൾ വെള്ളം അതിൽ ഒഴിക്കുന്നുള്ളൂ. കാരണം നമ്മൾ വെള്ളത്തിൻ്റെ ഇത് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ സൈഡ് തള്ളി പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പകുതി വെള്ളം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ പകുതി വെള്ളം ഒഴിച്ച് നമ്മളിപ്പോൾ 2 ദിവസം ഇട്ടതിന് ശേഷം അതിൽ ലീക്ക് ഉണ്ടോ നോക്കണം. അപ്പോൾ ലീക്കില്ല എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിലേക്ക് മീൻ കുഞ്ഞുങ്ങളെ മാറ്റുന്നത്. മീൻ കുഞ്ഞുങ്ങളല്ല, കുറച്ച് വലുപ്പമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 മീനാണ് നമ്മളിലുള്ളത്. അതിട്ട് നോക്കി ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് അവർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.